എം റഹ്മത്തുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി. സർ, മഞ്ചേരി മെഡിക്കൽ കോളേജ് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജാണ്. 2013 ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് ആ മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. അന്നവിടെ നിലവിലുണ്ടായിരുന്ന ബഹുമാന്യനായ സെയ്ദ് ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ജനറൽ ആശുപത്രി, ആ ആശുപത്രിയുടെ സൗകര്യങ്ങൾ കൂടി വിനിയോഗിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് അന്ന് അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചത്. 13 വർഷം കഴിഞ്ഞു സാർ. ഈ 13 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ഏതാണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ആരംഭിച്ചെടുത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് മെഡിക്കൽ കോളേജിനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ജനറൽ ആശുപത്രി സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ബഡ്ജറ്റിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, അങ്ങ് അടിയന്തരമായി മഞ്ചേരിയിൽ വന്ന് ഞങ്ങളുടെ മെഡിക്കൽ കോളേജും അതുപോലെ ജനറൽ ആശുപത്രിയും ഒന്ന് സന്ദർശിക്കണം. കോഴിക്കോട് അങ്ങ് സന്ദർശിച്ചപ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ. ചില കെട്ടിടങ്ങളൊക്കെ ഏതാണ്ട് അപകടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് അവിടെ വരണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിതുമായി ഏത് നിലക്കും സഹകരിക്കാൻ തയ്യാറാണ്. മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ടുള്ള സ്ഥലം 25 ഏക്കർ സൗജന്യമായി കൊടുക്കാനുള്ള വില്ലിങ്നെസ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഞങ്ങൾ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്ഥലം വിട്ടുകൊടുക്കാനും തയ്യാറാണ്. അക്വയർ ചെയ്യുമ്പോൾ അതിനും സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനമാണ്. അതൊരു ഭാഗത്ത് നടക്കട്ടെ സർ. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ അങ്ങക്ക് അറിയാവുന്നതുപോലെ സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത് ഏതോ കാലത്തുള്ളതുപോലെ ഉള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ പുതിയ സ്റ്റാഫ് പാറ്റേണിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. പഴയ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചുള്ള ഡോക്ടർമാരോ മറ്റു സൗകര്യങ്ങളോ, നഴ്സിംഗ് കോളേജും അവിടെ തന്നെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അവസ്ഥയാണെങ്കിൽ അതിദയനീയമാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വളരെ അടിയന്തരമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെയും ജനറൽ ആശുപത്രിയുടെയും കാര്യത്തിൽ ഇടപെടണം. അങ്ങ് അടിയന്തരമായി അവിടെ സന്ദർശിക്കണം. അതിനുശേഷം ഒരു ഉന്നതതല യോഗം വിളിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ സത്വരമായ നടപടിയിലേക്ക് നീങ്ങണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ സവിശേഷം അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, മഞ്ചേരി ജനറൽ ആശുപത്രിയെ 2013 സാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉയർത്തുന്നത്. നിലവിലത് മലബാർ മേഖലയിലെ പ്രധാന സർക്കാർ മെഡിക്കൽ കോളേജ് തന്നെയാണ്. പ്രത്യേകിച്ച് നിപ പോലുള്ള പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് ഈ ആശുപത്രി വഹിച്ചിട്ടുണ്ട്. അപ്പം നിലവിലെ വികസനങ്ങളെന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ട്, വിവിധ സർക്കാർ പദ്ധതികൾ എന്നിവ വഴി അവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടൊക്കെയുണ്ട്. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സാർ, ഇനിയിപ്പോൾ 24 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. എന്നാൽ വികസനത്തിനായി 2.8107 ഹെക്ടർ ഭൂമി കൂടെ ഏറ്റെടുക്കാൻ 2019 സർക്കാർ അനുമതി നൽകി. ഏറ്റെടുക്കുന്നതിനായി ഭരണാനുമതിയും പ്രാഥമിക നടപടികൾക്കുള്ള ഫണ്ടും അനുവദിച്ചു. സർവേയും സാമൂഹ്യാഘാത പഠനവും പൂർത്തിയായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഭൂവുടമകളുടെ ഹർജി ഉണ്ടായി സാർ. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തുടർന്നുള്ള നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത്. ഇനി ബദൽ നിർദ്ദേശമുണ്ട്. ബദൽ ഭൂമിയുടെ ഒന്ന്, ആനക്കയം വേട്ടേക്കോട് പ്രദേശത്ത് 50 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന ബദൽ നിർദ്ദേശമുണ്ട്. DMEയുടെ നേതൃത്വത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി സ്ഥലം പരിശോധിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ ഒരു സ്ഥലം കണ്ടെത്തി. പക്ഷേ അവിടേക്ക് അനുയോജ്യമായിട്ടുള്ള റോഡ് സൗകര്യങ്ങളില്ല. പുതിയ റോഡും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ വലിയ ചിലവുണ്ടാവും. ഏതായാലും ഭൂമി ഏറ്റെടുക്കലിന് മാത്രമായിട്ട് 75 കോടിയാണ് സാർ ചിലവ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഏതായാലും സർക്കാരിൻ്റെ നിലപാട് ഇത് ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കണം എന്നാണ്. പക്ഷേ ഏതാണ്ട് 3000 കോടിയുടെ ചിലവാണ് സാർ ഇതിന് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് കണക്കാക്കുന്നത്. ഏതായാലും സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത് മെഡിക്കൽ കോളേജിൻ്റെ വികസനം ഞങ്ങൾ പൂർത്തിയാക്കും. പുതിയ ആക്സസ് റോഡുകളും വികസന പദ്ധതികളും നടപ്പാക്കും. അതോടൊപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ വിപുലീകരിക്കാനും ആവശ്യമായ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും ഞങ്ങൾ ഏതാണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനെ മലബാർ മേഖലയിൽ മികച്ച മെഡിക്കൽ കോളേജാക്കി മാറ്റും സാർ. അത് ബഹുമാനപ്പെട്ട അംഗത്തിന് ഉറപ്പ് നൽകി.